ജനുവരി 1 ഇനിയിപ്പോൾ ഒരുപാട് കോമഡികൾ കാണാൻ പറ്റും നമുക്ക്. മിക്കവാറും എല്ലാ ജിമ്മുകളുടെയും യോഗ സെൻറ്ററിൻ്റെയൊക്കെ മുമ്പിൽ ഒത്തിരി ആൾക്കാർ കാണും. പ്രധാനമായിട്ടും ജിമ്മിലാണ്. പുതിയ ജിം സ്യൂട്ട് വാങ്ങുന്നു, ജിം ഷൂ വാങ്ങിക്കുന്നു, അല്ല ഒരുപാട് വിലപിടിപ്പുള്ള ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്നു. എല്ലാം വാങ്ങി ജനുവരി 1 ആകുമ്പം ക്യൂ വെച്ച് എല്ലാവരും ജിമ്മിൽ ജോയിൻ ചെയ്യുന്നു. സ്ഥിരമായി വരുന്ന ജിമ്മന്മാർക്കാണെങ്കിൽ അകത്ത് പ്രവേശിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഒരു 2 ആഴ്ച കഴിയുമ്പം ജിമ്മ് ശാന്തമാവും, പഴയ സ്ഥിരം ജിമ്മന്മാർക്ക് ആശ്വാസമാവും, പിന്നെ തിരക്കൊന്നും കാണത്തില്ല. അപ്പോൾ ഇത് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഒരുപാട് പേര് ആവേശത്തോടുകൂടി എടുക്കുന്നൊരു സാധനമാണ്. എന്താണ് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ, അതായത് പുതുവർഷ ദൃഢപ്രതിജ്ഞ, അല്ലെങ്കിൽ പുതുവർഷത്തേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രതിജ്ഞ. അതാണ് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ദൃഢപ്രതിജ്ഞ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ മന്ത്രിമാരൊക്കെ ദൃഢപ്രതിജ്ഞ എടുക്കാറുണ്ട്, അല്ലേ? നാടിൻ്റെ അഖണ്ഡതയ്ക്കും ഐശ്വര്യത്തിനും സുസ്ഥിര വികസനത്തിനും ജനക്ഷേമത്തിനും വേണ്ടി അഹോരാത്രം പാടുപെട്ടുകൊള്ളാമെന്ന് അവർ പിന്നെ ദൃഢമായി പ്രതിജ്ഞയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നുള്ളത്. നമ്മൾ മറ്റേ മഴ പെയ്യുന്നു മതളം കൊട്ടുന്ന സിനിമയിൽ സർദാർ കൃഷ്ണക്കുറുപ്പും കോമക്കുറുപ്പും ഒക്കെ ഒരുപാട് ഇല്ല, എൻ്റെ 1000 ശിരസ്സുകൾ വെട്ടി കൊന്ന എൻ്റെ പ്രിയ ഖഡ്ഗമേ എന്നൊക്കെ വെച്ചിട്ട് ജഗതിയൊക്കെ ചെയ്യുന്ന ചില ദൃഢപ്രതിജ്ഞ പോലെ ആവും പലപ്പോഴും മന്ത്രിമാരുടെ പ്രതിജ്ഞയും. അതേ അവസ്ഥ തന്നെയാണ് ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനും വരുന്നത്. അത് പുതുവത്സര ശപഥം, അല്ലേ? അങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത്, തീർച്ചയായിട്ടും ഒരാൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുക, ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ സമയത്ത് സ്വയം തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നവർ അത് എങ്ങനെ അത് വിജയകരമായി കൊണ്ടുപോകണം എന്നുള്ള അതിൻ്റെ എന്താണ് റീസൺ, എന്തുകൊണ്ടാണ് ഇത്തരം റെസൊല്യൂഷൻസ് ഒക്കെ ആൾക്കാർക്ക് പാലിക്കാൻ പറ്റാത്തതെന്നതിൻ്റെ ഒറ്റ ചോദ്യത്തിൽ ഉള്ള ഒരൊറ്റ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇച്ഛാശക്തി ഇല്ലായ്മയാണ്. എന്ന് വെച്ചാൽ വിൽ പവർ, ദ പവർ ഓഫ് ഡിറ്റർമിനേഷൻ ഇല്ലാത്തതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അത് ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിക്കുമ്പോഴും നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് ഇല്ലേ നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റണം. പണ്ടൊരു തമിഴ് ചൊല്ലുണ്ട്, നനച്ചാൽ പുലിയെ പിടിപ്പാൻ ആന ഉയിര് പോണാലും നനയ്ക്ക മാട്ടെ എന്ന് പറയും. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പുലിയെ പിടിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ഇല്ലേ ജീവൻ പോയാലും അങ്ങനെ ചിന്തിക്കത്തില്ല. പക്ഷെ നമ്മളിൽ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വിൽ പവർ എന്ന സംഗതി നമുക്ക് എങ്ങനെ കൂട്ടാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഒരാൾ വിൽ പവർ കൂട്ടുക എന്ന് പറയുന്നത്. ആ വിൽ പവർ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വിജയിക്കാൻ ചെയ്യും. ഒരു ചൊല്ലുണ്ട്, ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാദയേ ആത്മനെ ആത്മവോ ബന്ധു ആത്മൈവ രിപുരാത്മന എന്ന് പറയും. പേടിച്ചു പോണ്ട, ഇത് ഞാനൊരു സംസ്കൃത പണ്ഡിതനൊന്നും അല്ല, എനിക്ക് ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളും വിചാരിച്ചാൽ ഇതൊക്കെ പഠിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഉദ്ധരേതാത്മനാത്മാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ക്വാളിറ്റി ഓഫ് സോളിനെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ മികച്ചതാക്കണം. നല്ല ആത്മവിശ്വാസമുള്ള, ആത്മാവബോധമുള്ള, ആത്മബലമുള്ള ആൾക്കാരായി നമ്മൾ നമ്മുടെ ആത്മാവിനെ മാറ്റണമെന്നുള്ളതാണ്. നമ്മുടെ അകത്തുള്ള ആളുണ്ടല്ലോ, ആളിനെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാരണം. അപ്പോൾ ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയെ ആത്മൈവൻ ആത്മവോ ബന്ധു രാത്മൈവ രിപുരാത്മന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവ് തന്നെയാണ് നമ്മുടെ ശത്രുവും നമ്മുടെ മിത്രവും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആളിനെ നമ്മുടെ മിത്രമാക്കി മാറ്റുകയാണ് വിൽ പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ശ്രമത്തിൻ്റെ ഭാഗം. നമ്മുടെ മിത്രമാക്കി മാറ്റുക. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. വിൽ പവർ എന്ന് പറയുന്ന സാധനം അതിനെ നമ്മൾ സംരക്ഷിക്കുകയും വേണം, അതിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുകയും വേണം, അല്ലെ? കൺസർവും ചെയ്യണം, പിന്നെ നമ്മളതിനെ സ്ട്രെങ്തൻ ചെയ്യുകയും വേണം. എന്ന് വെച്ചാൽ വിൽ പവർ ഒരു സമയത്ത് ഒരുപാട് വിൽ പവർ ഉണ്ടായിരുന്ന പല ആൾക്കാരും പിന്നീട് ജീവിതത്തിൻ്റെ പല പരീക്ഷണ ഘട്ടങ്ങളിലും കൂടി കടന്നു പോകുമ്പോൾ അവർക്ക് ഒരുപാട് ജീവിത പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പം മനസ്സിൻ്റെ ശക്തി ക്ഷയിച്ച് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തവരായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് മനുഷ്യന്. അപ്പോൾ അവിടെയാണ് മനുഷ്യൻ എന്തുമാത്രം ശക്തമായി തിരിച്ചു വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
അല്ല നമ്മൾ റിസൈലൻസ് എന്ന് പറയും. റിസൈലൻസ് എന്ന് പറഞ്ഞാൽ യുവർ എബിലിറ്റി ടു ബൗൺസ് ബാക്ക് ഫ്രം എനി സിറ്റുവേഷൻ, അല്ല ഏതൊരു സിറ്റുവേഷനകത്തു നിന്നും തിരികെ ജീവിതത്തിലോട്ട് മടങ്ങി വന്ന് വീണ്ടും വീറും വാശിയോടും കൂടി പ്രവർത്തിക്കാനുള്ള കഴിവാണ് പലപ്പോഴും റിസൈലൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം മന്ത്രിമാരെ പറ്റി പറഞ്ഞെങ്കിലും പല രാഷ്ട്രീയക്കാരിലും വളരെയധികം കാര്യമായിട്ടുള്ള ഒരു ശക്തിയാണത്. നമ്മൾ വിചാരിക്കും, നമ്മൾ മീഡിയയിലൊക്കെ കാണുമ്പോൾ വിചാരിക്കും അവരുടെ ജീവിതം തീർന്നു, നാളെ തന്നെ അവർ രാജിവെക്കും, ഇല്ലേ അവർ മതിയാക്കും, ഇതോടുകൂടി മന്ത്രിപ്പണി അവസാനിപ്പിക്കും, ഇല്ലേ അവരെ ഭാവി കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ യാതൊരു ഭാവഭേദവും കൂടാതെ ശാന്തരായി ഒന്നും സംഭവിക്കാത്ത പോലെ പിറ്റേ ദിവസവും നമുക്ക് അവരെ കാണാൻ പറ്റും. അതൊരു തരം മാനസികാവസ്ഥ തന്നെയാണ്. അപ്പോൾ അത് എന്നാൽ മറ്റ് പല ഒരു 80% ആൾക്കാരും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റ് ബാക്സ് ഉണ്ടാവും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ തളർന്ന് തരിപ്പണമായി പോകും. പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ ചിന്തിക്കുന്ന ഒരു കാര്യവും അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വരും. അപ്പോൾ അതാണ് ഈ ഒരു റെസീലിയൻസ് എന്ന് പറയുന്ന എബിലിറ്റി ഉണ്ടാക്കുക. നമുക്ക് വിൽ പവർ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ 2 തരം രീതിയിലാണ് നമ്മുടെ ജീവിതം. ഒന്ന് ബാഹ്യമായിട്ടുള്ള ജീവിതവും ആന്തരികമായിട്ടുള്ള ജീവിതവും. അതിനെ നമ്മൾ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്നും എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്നും പറയും. ഇപ്പോൾ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് വെച്ചാൽ ഐ ലോക്ക് എന്ന് പറയാം, നമ്മുടെ അകത്ത് നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് ശരിക്കുള്ള ശക്തി. ഇപ്പോൾ നമുക്ക് നമ്മുടെ പുറമേ ഉള്ള സിറ്റുവേഷൻസിനെ നമുക്കധികം മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് അകത്തുള്ള നമ്മുടെ അവസ്ഥയെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ആന്തരിക ശക്തി, കോൺഷ്യൻഷ്യസ്നെസ് എന്ന് പറയാം, നമ്മൾ ആത്മബലം, അന്ധകരണ ശക്തി എന്ന് പറയും. അത് എന്തുമാത്രം വർദ്ധിപ്പിക്കുന്നോ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനും പുതിയ പുതിയ മാനങ്ങൾ തേടാനും സാധിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ലോക ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഒരു 20% മാത്രമേ ഉള്ളൂ എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഏറ്റവും നന്നായിട്ട്. അതുകൊണ്ടാണ് 20% പേർ 80% സ്വത്തും വകകളും ആസ്വദിക്കുമ്പോൾ 80% പേർക്ക് ബാക്കി 20% മാത്രം കിട്ടുന്നത് ഈ ഒരു കൺട്രോളിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അല്ല, ആത്മനിയന്ത്രണവും ആത്മബലവുമുള്ള ആൾക്കാർക്ക് മാത്രമേ അവരുദ്ദേശിക്കുന്ന കാര്യം ചെയ്യാനും അതിൽ വിജയിക്കാനും സാധ്യമാകൂ. അപ്പോൾ ഇതിന് ചില മാർഗങ്ങളുണ്ട് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്ന് പറയുന്നത്. പലപ്പോഴും ഒരു ലക്ഷ്യബോധമില്ലാത്ത ജീവിതമാണ് നമ്മുടെ വിൽ പവറിന് വിഘാതമാവുന്നത്. നമുക്കൊരു ലക്ഷ്യമില്ല, നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിന് ശക്തിയില്ല, ഇല്ലേ. ലക്ഷ്യം എല്ലാവർക്കും ഉണ്ട്. 2 തരമാണ് ലക്ഷ്യം, ഇല്ലേ. കിട്ടിയാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നത് ലക്ഷ്യമല്ല, അത് കിട്ടിയേ പറ്റൂ എന്ന അവസ്ഥയാണ് ലക്ഷ്യം. പലപ്പോഴും 80% പേരും എക്സ്റ്റേണലി അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് വളരെയധികം അലസൻ എന്ന് തോന്നിക്കുന്നൊരു വ്യക്തി തന്നെ അയാളുടെ ജോലി ഒരു പക്ഷേ നന്നായിട്ട് ചെയ്യും. കാരണം ആ ജോലി ചെയ്തേ മതിയാവൂ എന്ന ഒരു കാരണമുണ്ട്. കാര്യം ജോലി നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ മിക്കവാറും ജോലി നഷ്ടപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യും, ഓഫീസിൽ ചെയ്യേണ്ട പണി കൃത്യമായി ചെയ്യും, അല്ലേ. പക്ഷേ സ്വന്തമായിട്ടുള്ള ഒരു പരിവർത്തനത്തിന്, ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറുന്നത്. അപ്പോൾ സ്വന്തം ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യുന്നു എന്ന് വെച്ചാൽ ശമ്പളം കിട്ടുന്നത് കൊണ്ടും ചെയ്യുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനോടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോടോ നമുക്ക് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്യാൻ നമ്മുടെ എല്ലാ എഫേർട്ടും നമ്മൾ നമ്മുടെ ആ ഒരു ഉത്തരവാദിത്വത്തിനകത്ത് മാത്രം ഇടുന്നു. ഒരു എക്സ്ട്രാ എഫേർട്ട് നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഇടാറില്ല. അതാണ് വ്യത്യാസം. അതാണ് ഒരു കോമൺ മാനും എക്സ്ട്രാ ഓർഡിനറി മാനും തമ്മിലുള്ള വ്യത്യാസം. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ അവർ കോമൺ മാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയും അവരുടെ ലൈഫിനെ വളരെ പോസിറ്റീവായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു പ്രവൃത്തി ചെയ്യുകയും ചെയ്യും. അതാണ് ആ വ്യത്യാസം. അവിടെയാണ് നമുക്ക് ഭയങ്കരമായ ആന്തരിക ബലം അല്ലെങ്കിൽ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആവശ്യമായിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഒരു ശരാശരി വ്യക്തിയുടെ ഒരു 4 മണിക്കൂറെങ്കിലും കവർന്നെടുക്കുന്ന ഒരു സംഗതിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം തന്നെ ഉത്തരം വന്നു, അത് മൊബൈൽ ഫോണാണ്, അല്ലേ. അതൊരു 2 മണിക്കൂറെങ്കിലും നമുക്ക് കുറച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തുമാത്രം സമയം കണ്ടെത്താൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സമയമില്ല എന്ന് പറയുന്നത് തന്നെ ഒരു അശക്തിയാണ്, അല്ലേ. നമ്മളെല്ലാത്തിനും നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യന് സമയം കണ്ടെത്താൻ പറ്റും. മനുഷ്യൻ സമയം കണ്ടെത്തുന്നുണ്ട്. അവൻ ആവശ്യമാണെന്ന് തോന്നിയാൽ അവൻ എന്ത് വില കൊടുത്തും സമയം കണ്ടെത്തും, അല്ലേ. അപ്പം അതുകൊണ്ട് ഈ സമയമില്ലായ്മയല്ല അത് വിഷയം. നമുക്ക് നമ്മുടെ ലൈഫിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യണമെന്ന് നമുക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ടെന്നുള്ളതാണ് വിഷയം. പലപ്പോഴും ഒരു സത്യം പറഞ്ഞാൽ 80% മനുഷ്യരും അവർ സംഹൗ സാറ്റിസ്ഫൈഡ് ആണ്. അവർക്ക് ഇപ്പം ഉള്ള സിറ്റുവേഷനൊക്കെ തന്നെ മതി. അവർക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ജീവിതത്തിൽ വരുത്തണമെന്ന് ആഗ്രഹമില്ല.
പക്ഷെ അങ്ങനെയുള്ളവരാണ് മറ്റുള്ളവരൊക്കെ ഏതെങ്കിലും ഫ്രണ്ടോ അല്ലെങ്കിൽ ബന്ധുവോ കുറച്ചുകൂടി നന്നായിട്ട് ജീവിക്കുന്നത് കാണുമ്പം എനിക്കും അങ്ങനെ ആകണമെന്നൊരു ആഗ്രഹം തോന്നി പല പ്രതിജ്ഞ എടുക്കുകയും പിന്നെ അത് ഒന്നും പ്രാവർത്തികമാക്കാനാവാത്തതും അതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണമെന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യും, അതിനുവേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ ആഗ്രഹത്തിൻ്റെ ബലം എത്രയുണ്ടെന്ന് നോക്കണം. ഇത് നമ്മുടെ തന്നെ ഇപ്പം എനിക്ക് എൻ്റെ ബോഡി വെയിറ്റ് കുറയ്ക്കണമെന്നുള്ളത് എൻ്റെ ആവശ്യമാണോ അതോ നാട്ടുകാരുടെ ആവശ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ജീവിക്കണമെന്നുള്ളത് എൻ്റെ ആവശ്യമാണോ അതോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണോ എന്ന് ചിന്തിക്കണം. അത് എൻ്റെ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യും, അത് അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. അവിടെയാണ് വ്യത്യാസം. പിന്നെ എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ തിങ്ക് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയും. നമ്മൾ ഒരു കാര്യത്തെ ചിന്തിക്കുമ്പോൾ ഇല്ല, അനന്ത കോടി ചിന്തകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് നമ്മുടെ. അതിൽ എന്തോരം ചിന്തകളാണ് വരുന്നത്. അപ്പോൾ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ചിന്തകൾക്കൊന്നും ഒരു സ്ഥാനം ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മളൊരു പേപ്പറിൽ അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ചിന്ത തീർച്ചയായിട്ടും നമുക്കുള്ള ഒരു ഗോളായി മാറും, നമ്മൾ നയിക്കാനുള്ള ഒരു സംഗതിയായി മാറും. അപ്പോൾ ആ ഒരു അതൊരു വലിയൊരു കാര്യമാണ്. നമ്മൾ തിങ്ക് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് യു ഹാവ് ടു റൈറ്റ് ഡൗൺ. നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഗോൾസും അംബീഷൻസും എന്നുള്ളത് വെറുതെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ലോകത്തുള്ള ഏതെങ്കിലും വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തി അവരൊരു പ്ലാൻ ഇല്ലാതെയാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. അവർ തിരക്കുള്ള മനുഷ്യരാണെങ്കിൽ ആ തിരക്ക് തന്നെ അവരുടെ ഒരു പ്ലാനാണ്. അവർക്ക് രാവിലെ എഴുന്നേറ്റാൽ അവരുടെ ഓരോ സമയവും ഉറങ്ങുന്നത് വരെ അവരത്രയും വലിയ പ്ലാനർ അല്ലെങ്കിൽ പോലും അവരെ എൻവയൺമെൻറ്റ് അത്രയും ആക്റ്റീവ് ആക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വിജയിക്കുന്നത്. ഇപ്പം നമ്മളൊരു പ്ലാനറൊന്നും അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ വളരെയധികം ബിസി ആയിട്ടുള്ള മനുഷ്യനാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിജയിയാണ്, അല്ലേ? പക്ഷെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ, ഒരുപാട് സമയം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഒരിക്കലും അതുപോലല്ല. അപ്പോൾ പ്ലാൻ എന്ന് പറയുന്നത് ഏതൊരു വിജയിക്കും അയാൾ അറിയാതെ തന്നെ ഉണ്ടായി വരുന്നൊരു സാധനമാണ്. അപ്പം തീർച്ചയായിട്ടും സം പ്ലാൻ ഈസ് ബെറ്റർ ദാൻ നോ പ്ലാൻ എന്ന് പറയും. നമുക്ക് ജീവിതത്തിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തിങ്ക് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ എഴുതുന്നത്? ജേണൽ എൻട്രി എന്നൊരു സാധനമുണ്ട്. ജേണൽ എൻട്രി എന്ന് വെച്ചാൽ ഇപ്പം ഈ നമ്മുടെ ഈ സംസാരത്തിന് ഒരു വ്യത്യസ്തത വരുത്താൻ വേണ്ടി പറയാം. നമ്മുടെ ഈ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ഇങ്ങനെ അയാളുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അതിനകത്തൊരു ഡയലോഗുണ്ട്, ഈ കഥ ഇയാളുടെ മരണം കൊണ്ട് മാത്രമേ അവസാനിക്കൂ. കാര്യം എന്ന് വെച്ചാൽ ആ കഥ അയാൾ എഴുതുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ദിവസത്തെയും അയാളുടെ ചിന്തകളും അനുഭവങ്ങളും അയാളുടെ ഇൻസൈറ്റുകളും അയാൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് എഴുതുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ്റെ ബൗദ്ധികമായ നിലവാരം ഒരുപാട് മെച്ചപ്പെടും. നമ്മൾ എന്തുമാത്രം വ്യത്യസ്തരാണെന്നും നമ്മൾ എന്തുമാത്രം കഴിവുകളുള്ള മനുഷ്യരാണെന്നും നമ്മൾ തിരിച്ചറിയുന്നത് നമ്മളങ്ങനെ എഴുതിയൊക്കെ തുടങ്ങുമ്പോഴാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് MD വാസുദേവൻ നായരെ പോലെയോ ഒക്കെ വലിയ എഴുത്തുകാരനൊന്നും ആവണ്ട. എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് ആകെ വേണ്ടത് ഒരു ബുക്കും പേനയും എടുത്ത് വെച്ചതിന് ശേഷം ചിന്തിച്ചു നോക്കണം, ഞാനിത് എന്താ എഴുതാൻ പോണേ? അത് തന്നെ എഴുതിക്കോ, ഞാനിത് എന്താ എഴുതാൻ പോണേ. അപ്പോൾ ആലോചിക്കും, എന്താ എഴുതാൻ പോണേ? എന്തെങ്കിലും എഴുതാം എന്നെഴുതൂ. ഞാൻ വെറുതെ എൻ്റെ വായിൽ തോന്നുന്ന ഒരു എക്സാമ്പിൾ പറയണതാ. എന്തെങ്കിലും എഴുതാം. എന്തെങ്കിലും എന്ന് വെച്ചാൽ എനിക്ക് എന്താ വേണ്ടതെന്ന് എഴുതാം. അപ്പോൾ എനിക്ക് എന്താ വേണ്ടത്? കുറച്ചുകൂടി കാശുണ്ടായാൽ കൊള്ളായിരുന്നു, കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടായാൽ കൊള്ളായിരുന്നു. അപ്പോൾ അത് ശരി. അപ്പോൾ കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടാകാൻ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് കുറച്ച് വ്യായാമം ചെയ്യണം. കാശുണ്ടാകാനോ ഒരു എക്സ്ട്രാ ഇൻകം സോഴ്സ് കണ്ടെത്തണം. അതിനിപ്പോൾ ഉള്ള ജോലി അല്ലാതെ മറ്റെന്ത് ഇൻകം സോഴ്സ് കണ്ടെത്താൻ പറ്റും? അത് എനിക്ക് ഇങ്ങനെ ഒരു ഹോബി ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കലയുണ്ടല്ലോ, അതിനൊന്ന് ഡെവലപ്പ് ചെയ്താലോ, അത് പഠിച്ചാലോ, അതിന് സമയം കണ്ടെത്തിയാലോ, അത് നല്ല രസം ഉണ്ടായിരിക്കും, എന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താലോ. ഇങ്ങനെയൊക്കെ എഴുതിയാൽ മതി. അല്ലാതെ നമ്മൾ വലിയ സാഹിത്യ ഭാഷയിൽ ആരെയും കാണിക്കാൻ വേണ്ടി എഴുതുന്നതല്ല. നമ്മുടെ തന്നെ മനസ്സിനെ ചിന്തിക്കുന്നതങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ അത് ജേണലായി മാറും. ഇത് ഒരുപാട് മനുഷ്യരെ ഒരുപാട് വിജയിപ്പിച്ചിട്ടുള്ള ഒരു കലയാണ് ജേണലിംഗ് എന്ന് പറയുന്നത്. നമ്മളൊന്ന് വെറുതെ ഒരു
ഇത് ന്യൂ ഇയർ ആവാൻ വേണ്ടി കാത്തിരിക്കേണ്ട. ന്യൂ ഇയർ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ എഴുതി തുടങ്ങണം. എങ്കിലേ നമുക്ക് അത് നമ്മളതിനകത്ത് അത്രയും സീരിയസ് ആവത്തുള്ളൂ. ഈ വീഡിയോ കേൾക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ചിന്തകൾ എല്ലാ ദിവസവും ആരും നമ്മുടെ മാത്രം സ്വകാര്യമാണത്. അത് നിങ്ങൾക്കൊരു ഗൂഗിൾ ഡോക്കിൽ എഴുതാം, അല്ലെങ്കിൽ ഒരു കലണ്ടറിൽ ഒരു ഡയറിയിൽ എഴുതാം, ഒരു സാധാരണ ഒരു ബുക്കിൽ 200 രൂപയ്ക്ക് ബുക്ക് വാങ്ങിച്ചിട്ട് ഡേറ്റ് വെച്ചിട്ട് എഴുതാം. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരു പ്രത്യേക അർത്ഥം കൈവരും. നിങ്ങൾ ഒരുപാട് റിലാക്സ്ഡ് ആവും. നിങ്ങൾക്ക് നിങ്ങളെ ഓർത്ത് കുറച്ച് ബഹുമാനം തോന്നും. നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കൂടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എഴുതുമ്പോൾ നമുക്ക് നമ്മളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കുറേ അധികം ദുശ്ശീലങ്ങളുണ്ട്. നമ്മുടെ ദുശ്ശീലങ്ങളാണ് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നെഗറ്റീവായിട്ട് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെഴുതിയാലും ആ ദുശ്ശീലങ്ങളെ ഓവർകം ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ ചിന്തിക്കും, അതൊന്ന് എഴുതി വയ്ക്കും. അതെഴുതുമ്പോൾ അത് അന്നത്തെ ദിവസത്തേക്കെങ്കിലും അതൊരു കമ്മിറ്റ്മെൻ്റായി മാറും. അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ, കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്നാണ് പറയുന്നത്. എന്ത് കാര്യവും നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിരന്തരമായി നമ്മൾ ജേണൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് ചോദിച്ചു നോക്കൂ, ജേണൽ എഴുതുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് ചോദിച്ചു നോക്കൂ, അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായ സന്തോഷമില്ലേ, വളരെ വലിയ പരിവർത്തനം ഉണ്ടായില്ലേ എന്ന് ചോദിച്ചു നോക്കൂ. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടായാൽ മാത്രം പോരാ, നമ്മളതിനെ നിയന്ത്രിക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും അതിനൊരു ഹാബിറ്റ് ട്രാക്കർ നമുക്കുണ്ടായിരിക്കണം. നമ്മളത് എങ്ങനെയാണ് നമ്മുടെ റെസൊല്യൂഷൻസിനെ ട്രാക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ വളരെ നല്ലതാണ് ഇഫ് യു ഹാവ് എ ജേർണലിംഗ് ആൻഡ് ഹാബിറ്റ് ട്രാക്കർ. അപ്പോൾ അത് ജേർണലിംഗ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, വളരെ നിസ്സാരമായി നമുക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ എഴുതി വയ്ക്കുന്നതാണത്. അപ്പോൾ ഹാബിറ്റ് ട്രാക്കർ എന്ന് വെച്ചാൽ നത്തിങ് വിൽ ചേഞ്ച് ഇഫ് യു ഡോണ്ട് ചേഞ്ച്. നമ്മൾ മാറുന്നില്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളതൊന്നും മാറത്തില്ല. അപ്പോൾ നമ്മളെ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന തുടങ്ങുന്ന പുതിയ ഹാബിറ്റുകൾ നമ്മൾ തുടരുന്നുണ്ടോ എന്ന് മാത്രം നമ്മളൊരു ഹാബിറ്റ് ട്രാക്കർ വെച്ച് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ കഥ ഇനിയും ഗംഭീരമായി തുടരും. അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പുതുവത്സര ശപഥങ്ങൾ ഉണ്ടാകട്ടെ, അതിനൊരു നല്ല ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടാകട്ടെ, അത് ഗംഭീരമായി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റട്ടെ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. See you again with another video.